പ്രൈസ് ലോർഡ്. ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവചന സന്ദേശത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി വന്ദനം ചൊല്ലുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യവും ആവർത്തന പുസ്തകം 31-ന്റെ 6 ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പലരും നമ്മെ കൈവിടുമ്പോൾ, പലരും നമ്മെ ഉപേക്ഷിച്ച് കളയുമ്പോൾ, പലരും നമ്മളെ അകറ്റി കളയുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ നേരെ നമ്മൾ അവരുടെ ആരുമല്ലെന്ന് പറയുമ്പോൾ, അവർക്ക് നമ്മളെക്കുറിച്ച് പറയുവാൻ ലജ്ജ തോന്നുമ്പോൾ, അല്ലേ, ഇവിടെ കർത്താവ് പറയുകയാണ്, ആമേൻ, കുഞ്ഞെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. നിന്റെ അപ്പനും അമ്മയും ഒരു പക്ഷെ നിന്നെ ഉപേക്ഷിച്ചേക്കാം, എൻ്റെ നാമനിമിത്തം നിന്നെ പലരും ഉപേക്ഷിച്ചേക്കാം. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിന്റെ വലം കൈ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഞാനാണ് നിന്നെ നടത്തുന്നത്. അതുകൊണ്ട് വഴിയിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല എന്ന് ഹല്ലേലൂയ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. നോക്കുക, യഹൂദയിലെ ക്രിസ്ത്യാനികൾ കടുത്ത പീഡനം നേരിട്ടുള്ള സമയം ചുറ്റുമുള്ള ജനങ്ങളുടെ ഭൗതിക ചിന്താഗതികളും അവർക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ വാഗ്ദേശത്തിന്റെ കവാടത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തോട് യഹോവ പറഞ്ഞ വാക്കുകൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് എബ്രായ സഭയോട്, എബ്രായരുള്ള ഹല്ലേലൂയ സഹോദരങ്ങളോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ജനമർ വാഗ്ദേശത്തായിരുന്നപ്പോഴും അവരുടെ ശത്രുക്കൾ അവർക്ക് നേരെ തിരിഞ്ഞപ്പോഴും അവർക്ക് പ്രതികൂലമായി ഹല്ലേലൂയ അവരുടെ ശത്രുക്കളെ ഹല്ലേലൂയ എഴുന്നേറ്റപ്പോഴും ഇവിടെ അവിടെ പറയുകയാണ്, ദൈവം അവർക്ക് അനുകൂലമായി ഉള്ളത് കൊണ്ട് അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവം ഞങ്ങളെ കൈവിടുകയില്ല. ശത്രുവിന്റെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ശത്രു ഞങ്ങളുടെ മേൽ വാഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഞങ്ങളുടെ മേൽ വാഴുന്നവൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ജയം നൽകും. അവൻ ഞങ്ങളെ വഴിയിൽ എന്ത് ചെയ്യാ, ഉപേക്ഷിച്ച് കളയത്തില്ല. ഹല്ലേലൂയ. സകല മനുഷ്യൻ ഉപേക്ഷിച്ച് കളയും. എന്നാൽ എന്ത് ചെയ്യാം, ദൈവം ഞങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നാം പലപ്പോഴും പറയാറില്ലേ, എന്നെ ദൈവം കൈവിടുകയില്ല, എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാം, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്കറിയാം എന്ന് അല്ലെ പലപ്പോഴും നാം എന്ത് ചെയ്യാം, പറയാറുണ്ട് അല്ലേ. എന്നാൽ നമ്മുടെ പ്രയാസകരമായിരിക്കുന്ന നമ്മുടെ ദുർഘട സമങ്ങൾ ജീവിക്കവേ നാം നേരിടുന്ന ഉത്കണ്ഠകൾ തരണം ചെയ്യുവാൻ ദൈവം നമ്മെ ഈ വചനത്തിലൂടെ ഇടയാക്കും. ഹല്ലേലൂയ. യഹോവയെ നാം ആശ്രയിക്കുകയും ദൈവത്തോട് ചേർന്ന് നാം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത ദുഷ്കരമായ സാഹചര്യങ്ങൾ, നമുക്ക് മറികടക്കാൻ കഴിയാത്ത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലെ പല ഭാഗങ്ങളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പല സൈഡിലൂടെ നമ്മുടെ നേരെ കടന്നു വരുമ്പോൾ ദൈവം നമ്മെ പുലർത്തുവാൻ ഹല്ലേലൂയ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ആണ് യഹോവ പ്രവർത്തിക്കുന്നത്. കർത്താവ് ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ട സാഹചര്യമായിരിക്കാം, അപ്രത്യക്ഷമായ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, അപ്രത്യക്ഷമായ നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മണപ്പെടലൊക്കെ വർദ്ധിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾ പ്രാപ്തരാകാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഇവിടെ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ദൈവം നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ട്, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങളുടെ ഭാരം ഇന്നത് എന്താ? കുടുംബജീവിത പ്രശ്നമായിരിക്കാം, ഒരു പക്ഷേ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാവിയെ കുറിച്ചായിരിക്കാം, ഒരു പക്ഷേ ജീവിതത്തിന്റെ സാഹചര്യങ്ങളായിരിക്കാം, ഒരു പക്ഷേ കടഭാരങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാം, അപ്രതീക്ഷിതമായ എന്ത് ജീവിതത്തിൽ കടന്നു വന്നാലും ഹല്ലേലൂയ നിങ്ങൾ തളർന്നു പോകരുത്. വിശ്വാസം ഉറച്ചു നിൽക്കണം, കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് നമ്മളെ കൈവിടും അല്ലേ, മനുഷ്യൻ നമ്മെ കൈവിടും. ഹല്ലേലൂയ. നമ്മെ കൈവിടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നാം ജീവിക്കുന്ന ലോകത്ത് നമ്മെ കൈവിടുന്നവർ ഉണ്ടാകാം. ഹല്ലേലൂയ. നാലെന്ത് ഇവിടെ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും, നീ പ്രിയമെന്ന് പറയുന്നവർ നിന്നെ തള്ളിക്കളഞ്ഞാലും,
നീ പ്രിയമെന്ന് പറയുന്ന നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ ഉപേക്ഷിച്ചാലും, നീ പ്രിയമെന്ന് പറയുന്ന നിന്റെ ഹസ്ബൻഡ് ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചാലും, നീ സ്നേഹിച്ച് നീ എല്ലാം സമ്പാദിച്ചു കൊടുത്ത നിന്റെ കുടുംബം നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും, അവരെ നീ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എങ്കിലും നിനക്ക് നേരെ അവരുടെ കയ്പുകൾ നിനക്ക് നേരെ നീട്ടുമ്പോൾ സർവശക്തനായ ദൈവം പറയുകയാണ് ഇവിടെ, പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ കൈവിടുകയില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് കളയുകയില്ല. നമുക്കറിയാം, ഇസ്രായേൽ ജനം ദൈവത്തോട് പല പ്രാവശ്യം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, പിറുപിറുത്തിട്ടുണ്ട്. എന്നാൽ എന്ത് ചെയ്യുക, ദൈവം പലപ്പോഴും അവരുടെ നിലവിളികളും അവരുടെ സങ്കടങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും ശത്രുക്കൾ അവരെ ഉപദ്രവിക്കുന്ന ഞെരുക്കുന്നതുമായ പ്രവൃത്തികൾ കാണുമ്പോൾ കർത്താവിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ കർത്താവിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കർത്താവ് അടങ്ങിയിരിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസതയോടെ നിങ്ങൾ ദൈവപാദപീഠത്തിലായിരിക്കുമെങ്കിൽ നിങ്ങളെ കൈവിടാത്ത ദൈവം, നിങ്ങൾ ഉപേക്ഷിക്കാത്ത ദൈവം, നിങ്ങൾ പിടിച്ചിരിക്കുന്ന കരം ആരുടെയാണെന്ന് കർത്താവ് തെളിയിക്കുന്ന ദിനങ്ങളായി ദിവസങ്ങളിൽ നിങ്ങളെ ദൈവം വിടുവിക്കും, പുറത്തു കൊണ്ടുവരും. നിങ്ങൾക്ക് ആരുമില്ല, അനാഥരെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അനാഥർക്ക് പിതാവായൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വാസം ഉറച്ചു നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയോ ഉപേക്ഷിക്കുകയില്ലെന്ന് കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഉറപ്പാൻ നിൽക്കുക, പ്രതികൂലത്തെ തരണം ചെയ്യുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.